ഗുഡ് മോർണിംഗ്, ഹലോ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ നമ്മൾ വലിച്ചു നീട്ടാതെ ആദ്യം നമുക്ക് നിഫ്റ്റി ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷം നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ആൻഡ് പല സ്റ്റോക്സും നമ്മുടെ വാച്ച് ലിസ്റ്റിലുണ്ടായിരുന്ന സ്റ്റോക്സ് ഇതുവരെയുള്ള ഡേയ്സിലെല്ലാം പറഞ്ഞിരുന്നത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് റെക്കമെൻഡേഷൻസ് ഒന്നും തരാൻ കഴിയത്തില്ല. ബേസിക്കലി നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ, പഠിക്കാൻ ശ്രമിക്കാം. അതേ നമുക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വാച്ച് ലിസ്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ അപ്പോൾ ഫസ്റ്റ്ലി ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നിഫ്റ്റി ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, നിഫ്റ്റിയിൽ നമുക്കിപ്പോൾ ഒരു വീക്ക്നെസ് ഉണ്ട് അല്ലേ? നിഫ്റ്റിയിൽ വീക്ക്നെസ് ഉണ്ട്. ആൻഡ് എവിടെയാണ് ഇന്നലെ നിഫ്റ്റി സപ്പോർട്ട് എടുത്തിരിക്കുന്നത്? 25,000 എന്നുള്ള റേഞ്ചിലാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. നമ്മൾ ഒരു 1-2 ആഴ്ചയായിട്ട് നമ്മൾ ഈ റേഞ്ചിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നിഫ്റ്റി അവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയാൽ അറിയാം, ഡേ ചാർട്ടിൽ കണ്ടിട്ടുണ്ടല്ലോ. ഡേ ചാർട്ടിൽ ഇതാ ഈ റേഞ്ചിൽ മാർക്കറ്റ് ഒരു ബ്രേക്കൗട്ട് തന്ന ശേഷം ഒരു കണ്ടിന്യൂസ്ലി ഒരു ഡൗൺഫോളാണ്. അപ്പോൾ അതിൻ്റെ 10-21 EMAക്കൊക്കെ ഡൗൺ സൈഡാണ് ഇപ്പം മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയിൽ അതൊരു ഇഷ്യൂ ആയി വരില്ല. എപ്പം വേണമെങ്കിലും റീബൗണ്ട് ചെയ്ത് തിരിച്ച് കയറാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് 15 മിനിറ്റ് ചാർട്ടിലേക്ക് ഒന്ന് പോവാം. നിഫ്റ്റിയിൽ 15 മിനിറ്റ് ചാർട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം എവിടെയാണ് നിഫ്റ്റി സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. കറക്റ്റ് ഈ ഗ്രീൻ ലൈൻ 25,000 എന്നുള്ള റേഞ്ചിൽ വന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് ഒരു അപ്സൈഡ് പോകാനായിട്ടുള്ള ഒരു സാധ്യത നോക്കുകയാണ് അല്ലേ. എന്നിട്ട് നമുക്കിപ്പം എന്താണ് ഇനി അടുത്ത പ്രതീക്ഷിക്കാവുന്ന പ്രൈസ് ആക്ഷൻ? 2 കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. ഒന്ന്, 25,000 എന്നുള്ള ഈ റേഞ്ച് ബ്രേക്ക് ചെയ്ത് അടുത്ത റേഞ്ചായ 24,830 എന്നുള്ള സോണിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഇൻട്രാഡേയിൽ മേ ബി നമുക്കിപ്പം നല്ല രീതിയിൽ ഒരു ബൈയിങ് സൈഡിലേക്കുള്ള ചാൻസ് വരികയാണെങ്കിൽ ദിസ് റേഞ്ച് ഈ 25,150 എന്നുള്ള റേഞ്ചിൽ നമുക്കിപ്പോൾ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കണ്ടില്ലേ, ഈ റേഞ്ചിൽ ഒരു സെല്ലിംഗ് പ്രഷർ ചിലപ്പോൾ മാർക്കറ്റിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മാർക്കറ്റിന് ആ ഒരു സെല്ലിംഗ് പ്രഷർ ബ്രേക്ക് ചെയ്യാൻ കഴിയുവാണെങ്കിൽ, നമുക്ക് അടുത്ത ഒരു ഇൻട്രാഡേ മൊമെൻറ്റം എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിലേക്ക് കാണിക്കും. ആൻഡ് എവിടെയായിരിക്കും ഒരു സെല്ലിംഗ് പ്രഷർ വീണ്ടും ഉണ്ടാവുക? ഈ 25,360 എന്നുള്ള റേഞ്ചിൽ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാം. കാര്യം അവിടുത്തെ ഒരു റെഡ് സോണാണ്, ടോട്ടലി ഒരു നെക്ക് ലൈനാണ് മാർക്കറ്റിൻ്റെ. ആൻഡ് ഒരു ഗ്യാപ്പ് ഡൗൺ ഉണ്ടായ ഏരിയയാണ്. സോ അവിടേക്കൊരു സെല്ലിംഗ് പ്രഷർ നിഫ്റ്റിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ ക്യാൻഡിൽ ശ്രദ്ധിച്ച് പ്രോപ്പർലി ഭയങ്കരമായ സെല്ലിംഗ് നടന്ന മേഖലയാണ്. സോ നമുക്ക് അവിടെയൊക്കെ ഒരു റെസിസ്റ്റൻസ് ഷ്യൂർലി പ്രതീക്ഷിച്ച് തന്നെ നമുക്ക് ഇരിക്കേണ്ടി വരും അല്ലേ. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് റെസിസ്റ്റൻസ് ആയിരിക്കും 25,150 റേഞ്ച്. ആൻഡ് ഇത് സപ്പോർട്ടായിരിക്കും. ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് 24,830 to 800 എന്നുള്ള റേഞ്ചിലേക്ക് മാർക്കറ്റ് പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നിഫ്റ്റി ഇന്ന് ഇത്രയും നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അത് നമുക്കിനി നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കുകളിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി വരാം. അപ്പോൾ അധികം വാച്ച് ലിസ്റ്റ് ഇട്ടിട്ടില്ല, കാര്യം നിഫ്റ്റി ഇങ്ങനെയാണല്ലോ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വാച്ച് ലിസ്റ്റ് വളരെ ചുരുക്കമാണ് ഇട്ടിട്ടുള്ളത്. അതിൻ്റെ കുറച്ച് നല്ല ആക്ഷനബിൾ സെറ്റപ്സ് ആണെന്ന് തോന്നിയത് മാത്രമേ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അവിടെ ആദ്യത്തെ തന്നെ ഗോഡ്ഫ്രൈ ഫിലിപ്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. നിങ്ങൾ നോക്കിയാൽ നല്ല രീതിയിലൊരു സപ്പോർട്ട് എടുത്ത് നിൽക്കുന്ന ഒരു കമ്പനിയാണ്. നിങ്ങളിവിടെ നിന്ന് വാച്ച് ചെയ്താൽ അറിയാം, മാർക്കറ്റ് ഒരിക്കൽ ഈ സ്റ്റോക്ക് ഇവിടം വരെ പോയതാണ്. 8,200 റേഞ്ചിൽ നിന്ന് പോയി ഡൗൺ സൈഡ് വന്നു, 4,000 റേഞ്ച് വരെ വന്നു. ശേഷം ഒരു കണ്ടിന്യൂസ്ലി ഒരു ബൈയിങ് പ്രഷർ തന്നു. ആൻഡ് വലിയ രീതിയിലൊരു സെൽ ഓഫ് വന്നു. മാർക്കറ്റ് വീണ്ടും ഈ റേഞ്ചിൽ നിന്ന് നല്ല രീതിയിൽ ബൈയിങ് പ്രഷർ തന്നു. ആൻഡ് ഇവിടെ വന്ന് മാർക്കറ്റ് ഒന്ന് പോസ് ആയിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് കുറേ കാലമായിട്ട് ഈ ഒരു റേഞ്ചിലാണ് ഒന്ന് പോസായി നിൽക്കുന്നത്. ആൻഡ് ഈ ഒരു റേഞ്ച് 8,000 റേഞ്ചാണ് ഇതിൻ്റെ ഒരു നല്ല സപ്പോർട്ട് സോൺ. ആൻഡ് ഇന്നലെ നല്ലൊരു ബ്രേക്കൗട്ട് ക്യാൻഡിൽ ഇന്നലെ തന്നിട്ടുണ്ട്. ഞാനിവിടെ എക്സ്പെക്ട് ചെയ്യുന്ന 10,000 വരെ എന്നൊക്കെയുള്ള ടാർഗറ്റാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിവിടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയൊക്കെ ആഡ് ചെയ്യാൻ ശ്രമിക്കും? ഞാൻ സപ്പോർട്ട് റേഞ്ചിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കും. ഈ മാർക്കറ്റിൻ്റെ ഈ റേഞ്ചുണ്ട്, അപ്പം ഇവിടെ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ വന്നാൽ വീണ്ടും 10,000 റേഞ്ചിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഗോഡ്ഫ്രൈ ഫിലിപ്സ് എന്ന സ്റ്റോക്ക് നിങ്ങൾ വാച്ച് ലിസ്റ്റ് ഇടുക. ആൻഡ് നിങ്ങളുടെ രീതിയിലൊന്ന് അനലൈസ് ചെയ്യുക. എൻട്രി എക്സിറ്റ് പോയിൻറ്റുകളൊക്കെ നിങ്ങളുടെ റിസ്ക് റിവാർഡൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. ഓക്കെ, അപ്പം ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ലിസ്റ്റ് ഇടുക കേട്ടോ, ഗോഡ്ഫ്രൈ ഫിലിപ്സ്. അടുത്ത സ്റ്റോക്ക് KPI ഗ്രീൻ ആണ്. KPI ഗ്രീൻ ഇടുന്നതിന് മുന്നേ KPI ഗ്രീൻ തന്നെ വന്നു. KPI ഗ്രീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, ഒരു ഡൗൺ സൈഡ് ഇവിടെ വന്നു. ഏറ്റവും കൂടുതൽ സെല്ലിംഗ് പ്രഷറുള്ള സോണെന്ന് പറഞ്ഞാൽ 580 എന്നുള്ള റേഞ്ചാണ്. അപ്പോൾ ആ റേഞ്ചിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് ഇപ്പോൾ ഒരു 539 എന്നുള്ള റേഞ്ചിൽ വന്ന ശേഷം ഒരു ഡൗൺ സൈഡ്, ഒരു ചെറിയ സ്ക്യൂസിങ് പോലെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിവിടെ വന്ന് ഡൗൺ സൈഡ് വന്നു. ഈ ഒരു സോണിൽ നിന്ന് മാർക്കറ്റ് അപ്പ് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഈ ഒരു സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഞാനിതിൽ മൊമെൻ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. KPI ഗ്രീനിൽ ഏത് റേഞ്ചിലാണ് ഒരു 540 റേഞ്ചിന് മുകളിൽ മൊമെൻ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് എൻ്റെ ടാർഗറ്റ് 586 ഒക്കെ ആയിരിക്കും. കാര്യം ഈ ഒരു ഏരിയയിൽ നോക്കിയാൽ എന്തുകൊണ്ട് ആ ഏരിയ മാത്രം ഒരു സെല്ലിംഗ് പ്രഷർ വരാൻ സാധ്യതയുണ്ട്. കണ്ടില്ലേ, ഇതിന് മുന്നേ ഇവിടെ വന്ന സെല്ലിങ് ഭയങ്കര സ്ട്രോങ് ആണ്. സോ ആ ഒരു റേഞ്ച് വരുമ്പോഴത്തേക്കും മാർക്കറ്റിൽ പൊതുവേ സെല്ലേഴ്സ് വരാൻ സാധ്യതയുണ്ട് ഒരു ആദ്യഘട്ടം നിലയിൽ. ഇപ്പോൾ 580 റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 600-ലേക്കൊക്കെ പോവാം. അപ്പം നമുക്കിവിടെ എവിടെയൊക്കെയാണ് സപ്പോർട്ട് റേഞ്ചുകളുള്ളത്? ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് നിലവിലുണ്ട്. ചിലപ്പോൾ മാർക്കറ്റിൽ ഉണ്ടാവാവുന്ന ഇങ്ങനത്തെ സ്ക്യൂസിങ്ങുള്ള സ്ഥലങ്ങളിൽ മാർക്കറ്റ് എന്താ ചെയ്യുന്നത്, മിക്കവാറും ചിലപ്പോൾ 1 or 2 ഡേയ്സ് ഇങ്ങനെ നിന്ന ശേഷം ആളുകളെ കൊണ്ട് എൻട്രി എടുപ്പിക്കും ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നു പറഞ്ഞ്. പക്ഷേ അതിന് ശേഷം എന്ത് സംഭവിക്കും? ഒരു ചെറിയ ഡൗൺ ട്രെൻഡ് തരും. നിയർ ബൈ സപ്പോർട്ടിൽ നിന്ന് മാർക്കറ്റ് വീണ്ടും അപ്പോൾ പോകും. ഇതൊക്കെയാണ് മാർക്കറ്റിലെ ഒരു മാനിപ്പുലേഷൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നത്. നമ്മളെപ്പോഴും സപ്പോർട്ട് റേഞ്ചിൽ മാത്രം വാങ്ങാൻ ശ്രമിക്കുക. ഇതൊരു ചെറിയ സപ്പോർട്ട് റേഞ്ചാണ് 502, 527. ഞാൻ ചിലപ്പോൾ ഇന്നൊരു എൻട്രി നോക്കുന്നതായിരിക്കും ഇതിൽ. അപ്പോൾ എനിക്ക് നോക്കിയാലും ഞാൻ വെച്ചിട്ട് ഡീപ്പായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ഹോൾഡ് ചെയ്യാനായിരിക്കും ശ്രമിക്കുക. കാര്യം നമുക്കറിയാമല്ലോ മാർക്കറ്റിൽ മാനിപ്പുലേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ഞാൻ സപ്പോർട്ട് റേഞ്ച് വരെയൊക്കെ ഹോൾഡ് ചെയ്ത് ആ സപ്പോർട്ട് റേഞ്ചിൽ കുറച്ച് സ്റ്റോക്സ് കൂടുതൽ വാങ്ങിയൊക്കെ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കും. ആൻഡ് എൻ്റെ മൊമെൻ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 540 റേഞ്ചാണ്. നമുക്കിപ്പോൾ പിന്നെ ഒരു ട്രെൻഡ് ഞാൻ പറയാൻ കാര്യം ഈ ഒരു EMA കണ്ടിട്ടില്ല, 1021 EMAയ്ക്ക് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതിന് 500 റേഞ്ചൊക്കെ നല്ലൊരു ബൈയിങ് ഏരിയ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. സോ KPI ഗ്രീനിൽ മൊമെൻറ്റം കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിലിട്ട് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ പ്രൈം ഫോക്കസ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. നിങ്ങൾക്ക് ഈ കമ്പനിയെ പറ്റി ഇപ്പോൾ അറിയില്ലായിരിക്കാം, പക്ഷേ ഭാവിയിൽ അറിയാൻ സാധ്യതയുണ്ട്. കാര്യം നമ്മുടെ രാമായണ എന്നുള്ള പുതിയ ഫിലിം വരുന്നില്ലേ, അതിൻ്റെ പ്രൊഡക്ഷനിലുള്ള കമ്പനിയാണ് പ്രൈം ഫോക്കസ്. രാമായണ ഫിലിം നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബഡ്ജറ്റ് ഫിലിം ആയിരിക്കും വരാൻ പോകുന്നത്. കഴിഞ്ഞ 100 കൊല്ലത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഫിലിമായിരിക്കും രാമായണ. അപ്പം അതിൻ്റെ ന്യൂസുകളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം പ്രൈം ഫോക്കസ് എന്ന കമ്പനി അതിൻ്റെ പ്രൊഡക്ഷനിലുണ്ട്. നിലവിൽ 5K അതായത് 5000 കോടി മാത്രമാണ് മാർക്കറ്റ് ക്യാപ്പ്. അപ്പം അതൊരു നല്ല റേഞ്ചിലേക്ക് ഇതിൻ്റെ 2 ഇരട്ടിയോ 3 ഇരട്ടിയോ ഈ ഫിലിം കഴിയുമ്പോൾ പോകാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് ഈ കമ്പനിയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവരും ബോധ്യം വരാനാണ്. പ്രൈം ഫോക്കസ് എന്ന കമ്പനി ഇപ്പോൾ നിങ്ങൾ നോക്കിയ ഒരു ടൈറ്റ് ഫ്ലാഗ് ബ്രേക്ക് ഔട്ടാണ് ഇന്നലെ കണ്ടത്. ആൻഡ് ഇതൊരു ഡിമാൻഡ് സോൺ എന്ന് പറഞ്ഞാൽ 120 ആണ്. ഇവിടെയൊക്കെ വന്നാൽ നമുക്ക് ഈ സ്റ്റോക്കിൽ വീണ്ടും ഒരു എൻട്രി സാധ്യത വരും തിരിച്ച് ഈ ഏരിയയിലേക്ക് വന്നാൽ. അപ്പം നമുക്ക് നിലവിൽ അത് വരുമ്പോൾ ഉള്ള കാര്യം നോക്കിയാൽ മതി. ആൻഡ് നിലവിൽ 175ക്ക് മുകളിൽ നല്ല ക്ലോസിങ് കിട്ടിയ എൻ്റെ വിശ്വാസം 220 വരെയൊക്കെ പോകുന്നതാണ്. 220 റേഞ്ച് വരെ ടാർഗറ്റ് പോകാൻ സാധ്യതയുണ്ട്. ഇന്നലെയൊക്കെ നല്ല ബൈയിങ് പ്രഷർ മാർക്കറ്റിലുണ്ട്. സോ നമുക്ക് 175ക്ക് മുകളിൽ ഇത് ക്ലോസ് ചെയ്യുമോ ഇല്ലയെന്ന് വാച്ച് ചെയ്യാം. ആൻഡ് ട്രേഡിംഗ് ഡിസിഷൻസൊക്കെ നമുക്ക് ആ സമയത്ത് എടുക്കാം. പ്രൈം ഫോക്കസ് അപ്പോൾ നിങ്ങളതൊന്ന് വാച്ച് ലിസ്റ്റിലിടുക. എക്സാക്ട്ലി എന്തായാലും ഇത് പഠിച്ചിരിക്കേണ്ട ഒരു കമ്പനിയാണ് പ്രൈം ഫോക്കസ്. നമ്മൾ പഠിക്കാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? കാര്യം മാർക്കറ്റിൽ ഇങ്ങനത്തെ അവസരങ്ങൾ വല്ലപ്പോഴേ കിട്ടത്തുള്ളൂ. അപ്പം ഇതിൻ്റെ ഡിമാൻഡ് ഏരിയകൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. 110, 120 ഡിമാൻഡ് ഏരിയയാണ്. ആൻഡ് 175ക്ക് മുകളിൽ പോയ ഒരു മൊമെൻ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. 220 വരെയൊക്കെ ഒരു മൊമെൻ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അടുത്തതെന്നാണ് HSCL ആണ്, ഹിമാദ്രി സ്പെഷ്യൽ കെമിക്കൽസ്. ആൻഡ് ഈ ഒരു റേഞ്ചാണ് 520 എന്നുള്ളൊരു റേഞ്ചാണ് ഇതിൻ്റെ ഒരു റെസിസ്റ്റൻസ്. ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ 600 റേഞ്ചിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാര്യം അതിന് മുന്നേ വലിയ റെസിസ്റ്റൻസ് ഒന്നുമില്ല. ചിലപ്പം 2 or 3 ഡേയ്സ് കൺസോൾട്ടേഷൻ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഒരു സപ്പോർട്ട് റേഞ്ച് ഈ 495 എന്നുള്ള റേഞ്ചാണ് കേട്ടോ. ഈ ഒരു റേഞ്ചിന് താഴെ പോയാൽ ഒന്ന് വീക്ക് ആവാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലുമൊക്കെ ഈ ഒരു ക്യാൻഡിൽ 490 എന്നുള്ള റേഞ്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സപ്പോർട്ട് റേഞ്ചാണ്. ഇപ്പോൾ മാർക്കറ്റ് ഇതിൻ്റെ താഴെ പോയി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മേ ബി ഒന്ന് വീക്കാവും. ഈ 490ക്ക് മുകളിലാണ് ക്ലോസിംഗ് എങ്കിൽ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ മേ ബി ഈ സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് ചെയ്താൽ 525ക്ക് മുകളിൽ 600 വരെയൊക്കെ ഈ സ്റ്റോക്കിൽ മൊമെൻറ്റം കിട്ടാൻ സാധ്യതയുണ്ട്. HSCL ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ലിമിറ്റഡ്. അപ്പോൾ നിങ്ങളൊന്ന് വാച്ച് ലിസ്റ്റ് ഇട്ടേക്കാം. അടുത്ത സ്റ്റോക്ക് ദീപ് ഇൻഡസ്ട്രീസ് ആണ്. ദീപ് ഇൻഡസ്ട്രീസ് നോക്കിയാൽ നിങ്ങൾ സ്റ്റോക്ക് 600 റേഞ്ചിന് മുകളിൽ ട്രേഡ് ചെയ്ത സ്റ്റോക്കാണ്. ആൻഡ് ഒരു 380 വരെയൊക്കെ ഈ സ്റ്റോക്ക് ഡൗൺ സൈഡ് വന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഒരു നല്ല സപ്പോർട്ട് റേഞ്ച് എന്ന് പറയുന്നത് സ്റ്റോക്സിൻ്റെ സപ്പോർട്ട് റേഞ്ചായിട്ട് വർക്ക് ചെയ്യുന്ന മേഖല 380 റേഞ്ചാണ്. നോക്കിയാൽ അറിയാം. ആൻഡ് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് പോലെ വർക്ക് ചെയ്യുന്നുണ്ട്. 440 റേഞ്ചൊക്കെ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് പോലെ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇന്നലെ ഒരു ബ്രേക്ക് ഔട്ട് തന്നു. 460ക്ക് മുകളിൽ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. ആൻഡ് 4999 അല്ലെങ്കിൽ 500 റേഞ്ചിലേക്കൊക്കെ ഒരു മൊമെൻറ്റം ദീപ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ കമ്പനി തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിലിടുക. ഓക്കെ, കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. 2 സപ്പോർട്ടുണ്ട് ആൻഡ് ട്രെൻഡ് ലൈൻ സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റോക്സ് ആഡ് ചെയ്യേണ്ടത് എവിടെയാണ്? ട്രെൻഡ് ലൈൻ സപ്പോർട്ടുകളിലും അല്ലാത്ത ഇങ്ങനത്തെ ഏരിയകൾ ഡിമാൻഡ് സോൺസിലാണ് നമ്മൾ സ്റ്റോക്സ് ആഡ് ചെയ്യേണ്ടത്.
അപ്പോൾ ഇതിൻ്റെ മൊമെൻറ്റം നിങ്ങളൊന്ന് വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കാം കേട്ടോ. ദീപ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. അടുത്ത സ്റ്റോക്ക് ആനന്ദ് രാജാണ്. ആനന്ദ് രാജ് നമ്മൾ പണ്ടേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡേറ്റാ സെൻറ്റേഴ്സിൻ്റെ സ്റ്റോക്കാണ് ഈ സ്റ്റോക്ക്. അപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ കഴിഞ്ഞ 22-26 ആഴ്ചകളോളമായി, ഈ വീക്ക്ലി ചാർട്ട് ഒന്ന് കാണിച്ചു തരാം. ആഴ്ചകളോളമായി ഈ സ്റ്റോക്ക് ഈ ഒരു റേഞ്ചിൽ ട്രേഡ് ചെയ്യുകയാണ്. 570 എന്നുള്ള റേഞ്ചിൽ 10-22 ആഴ്ചയായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. ആൻഡ് ഇതിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട് സോണിൽ നിന്ന് 378 ആയിരുന്നു സപ്പോർട്ട്. ഓക്കെ, ഇതിൻ്റെ ലോ പോയ ഏരിയ. ആൻഡ് ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ അപ്പ് പോകാൻ തന്നെയാണ് ഈ സ്റ്റോക്കിൻ്റെ ഇൻറ്റൻഷൻ. ഒന്ന് അപ്പ് പോയി ബ്രേക്ക് ഔട്ട് ചെയ്യാനാണ് ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ. ആൻഡ് ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ട്രെൻഡ് ലൈൻ നമുക്ക് വരയ്ക്കാം. ടെക്സ്റ്റ് ബുക്ക് സ്പെഷ്യൽ ട്രെൻഡ് ലൈൻ അല്ലാത്ത ട്രെൻഡ് ലൈനാണ് വരയ്ക്കുന്നത്. സോ നമ്മൾ നോക്കിയാൽ ഇതിൻ്റെ ഇൻറ്റൻഷൻ എപ്പോഴും അപ്പ് പോകാനാണ്. 570 മുകളിൽ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 640 അല്ലെങ്കിൽ 700 റേഞ്ചിലേക്ക് ഈ സ്റ്റോക്ക് പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നോക്കിയേ ഈ ഒരു റേഞ്ച് ഞാൻ ഇവിടെ കുറച്ചുകൂടി വ്യക്തമായിട്ട് ട്രെൻഡ് ലൈൻ വരച്ച് കാണിച്ചു തരികയാണ്. കണ്ടോ, ഈ റേഞ്ചിന് താഴെ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ഈ സ്റ്റോക്ക് എപ്പോഴും റീബൗണ്ട് ചെയ്ത് മുകളിലോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. കണ്ടില്ലേ, ഒരു ഹയർ ഹൈ ഹയർ ലോ തന്നു പോകുന്നത്. നിങ്ങൾ നോക്കിയേ എന്തുകൊണ്ട് ഹയർ ഹൈ ഹയർ ലോ എന്ന് പറഞ്ഞെന്ന്. ഹയർ ഹൈ, ഈ ഒരു ഹൈ തരുന്നു, ലോ തന്നു, ഹൈ ഹൈ ലോ ഹൈ ലോ. സ്റ്റോക്ക് ഈ ഒരു റേഞ്ചിൽ സ്ക്വീസ് ചെയ്ത് നിൽക്കുകയാണ്. ആൻഡ് 590 മുകളിൽ നല്ലൊരു ബ്രേക്ക് ഔട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. 640 റേഞ്ചിലേക്ക് ഈ സ്റ്റോക്ക് പോകാൻ സാധ്യതയുണ്ട്. സോ വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കാം കേട്ടോ, ആനന്ദ് രാജ്. പിന്നെ ഈ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇട്ടതാണ്. ജസ്റ്റ് കുറച്ച് നേരത്തെ എൻ്റെ കണ്ണിൽ പെട്ടേന്ന്. ഇതിൻ്റെ പേര് KILITS, ക്ലിച്ച് ട്രിക്സ് ഇന്ത്യ ലിമിറ്റഡ്. അപ്പോൾ അതിൻ്റെ പ്രൊണൗൺസിയേഷൻ എനിക്ക് വ്യക്തമല്ല, അപ്പോൾ അറിയാമല്ലോ, വല്ലാത്തൊരു പേരാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ വീക്ക്ലി ചാർട്ട് എന്ന് നോക്കിയപ്പോഴത്തേക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടതാണ്. ഞാൻ വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ അപ്ഡേറ്റ് തരുന്നതായിരിക്കും. നിങ്ങൾ നോക്കിയേ 1 2 3 4 ഓൾമോസ്റ്റ് 6 വീക്സ് ആയിട്ടുള്ള ഒരു റേഞ്ചിൽ നിന്ന് ഈ സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് ചെയ്തൊക്കെയാണ് ഇന്നലത്തെ ഈ വീക്ക് തിങ്കളാഴ്ച ദിവസം. ആൻഡ് 497 എന്നുള്ള റേഞ്ചിലേക്കാണ് ഈ സ്റ്റോക്ക് പോകുന്നത്. ആൻഡ് നമുക്കിത് വാച്ച് ലിസ്റ്റിൽ ഇട്ടൊന്ന് പഠിക്കാൻ ശ്രമിക്കാം. ഞാൻ ഇതിൻ്റെ ഈ സ്റ്റോക്കിൻ്റെ അപ്ഡേറ്റ് തരുന്നതായിരിക്കും. ഇതും ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്നുമായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടി പോയതാണ് ഈ സ്റ്റോക്സ്. കാര്യം ഇൻട്രസ്റ്റിംഗ് പാറ്റേൺ ആണ്. ഒരു സെല്ലിംഗ് സോണിലേക്കാണ് ഈ സ്റ്റോക്ക് നീങ്ങുന്നത്. ബട്ട് ഒരു 4 ആഴ്ചയായിട്ട് 5 ആഴ്ചയായിട്ട് ഒരേ സോണിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ ഇതിൽ കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് വാച്ച് ലിസ്റ്റ് ഇട്ടൊന്ന് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇതിൻ്റെ ഈ സ്റ്റോക്കിൻ്റെ അപ്ഡേറ്റ് ഞാൻ നാളെ മറ്റന്നാളായിട്ടൊക്കെ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിലവിൽ കുറച്ച് സ്റ്റോക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റോക്സിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കുക. കാര്യം നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ, സെബിയുടെ മാൻഡറ്ററി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് പ്രിസൈസ്ലി നമുക്ക് പറയാൻ കഴിയാത്തത്. ബട്ട് സ്റ്റോക്സ് ഫോക്കസ് ലിസ്റ്റ് ഞാൻ തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.